ജീവിതം നമ്മൾ കരുതുന്ന പോലെ ഒരിക്കലും നേരായ വഴിയല്ല. എത്ര പ്ലാൻ ചെയ്താലും വഴികൾ വളഞ്ഞും മുറിഞ്ഞതുമാകും, ഒരുപോലെ പോകുന്നില്ല. പലപ്പോഴും നമ്മൾക്ക് തന്നെ തോന്നും, എൻ്റെ വിധി എൻ്റെ ഭാവിയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്കൊരിക്കലും മാറ്റാൻ കഴിയില്ലേ. സത്യത്തിൽ വിധി എന്നത് കല്ലിൽ കൊത്തിയതല്ല, നമ്മൾ ചെയ്യുന്ന ചെറിയ തിരഞ്ഞെടുപ്പുകളാലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്നാൽ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എല്ലാം നഷ്ടമായി പോയി, ഇനി വഴിയില്ല എന്ന്? പക്ഷേ ഓർക്കൂ, നിങ്ങൾ ഇന്നും ഇവിടെ കേൾക്കുകയാണ്, ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുടെ ജ്വാല ഒരിക്കലും കെടുത്താൻ സമ്മതിച്ചില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതാണ്: പ്രതീക്ഷ നമ്മൾക്ക് പുറത്തു നിന്ന് ആരും കൊടുക്കില്ല, നമ്മൾ തന്നെയാണ് നമ്മൾക്ക് നൽകേണ്ടത്. അതാണ് ഉള്ളിലെ യഥാർത്ഥ ശക്തി. എത്ര വലിയ പെരുമഴ വന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന കഥയാണ് നമ്മെ നിർണയിക്കുന്നത്. 2 കർഷകർ ഉണ്ടെന്ന് കരുതൂ. ഒരാൾ മഴയെ ശപിച്ചു, കാരണം അത് തൻ്റെ വിളകളെ നശിപ്പിച്ചു. മറ്റൊരാൾ സന്തോഷിച്ചു, കാരണം മഴ വിത്തുകൾക്ക് ജീവൻ നൽകി. മഴ ഒരേപോലെയായിരുന്നു, പക്ഷേ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. നമ്മളും ചോദിക്കണം, ഞാൻ മഴയെ ശപിക്കുന്നവനോ അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹം കാണുന്നവനോ? നമ്മൾക്ക് പുറത്തുള്ള പ്രശ്നങ്ങളെ തോൽപ്പിക്കുന്നത് മാത്രമല്ല പ്രധാനം, അതിനേക്കാൾ പ്രധാനം ഉള്ളിലെ ശത്രുക്കളെ തോൽപ്പിക്കലാണ്. ഭയങ്ങൾ, സംശയങ്ങൾ, കോപം, അശക്തി ഇവയെല്ലാം നമ്മളിൽ ജീവിച്ചിരിക്കുന്നു. പക്ഷേ നമ്മെ നിർവചിക്കുന്നത് ആ വികാരങ്ങളല്ല, അവയെ കടന്നു വരാനുള്ള നമ്മുടെ ധൈര്യമാണ്. ജീവിതത്തിൽ വഴിത്തിരിവ് വന്നപ്പോൾ നമുക്ക് 2 വഴികൾ തുറന്നിരിക്കും. ഒന്നാമത്തെ വഴി കോപവും പ്രതികാരവും, രണ്ടാമത്തെ വഴി കരുണയും മനസ്സിലാക്കലും. എപ്പോഴും ഓർക്കുക, തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായാലും വീണ്ടും വഴി തിരുത്താൻ നമുക്ക് സാധിക്കണം. പ്രതീക്ഷ എന്നത് പേടിയില്ലായ്മയല്ല, അതൊരു വിശ്വാസമാണ്. എത്ര ഇരുണ്ട രാത്രികൾ ഉണ്ടായാലും സൂര്യൻ വീണ്ടും ഉദിക്കും എന്നുള്ളത്. ജീവിതം നമ്മളിൽ പലപ്പോഴും ചോദിക്കും, നീ എന്ത് തിരഞ്ഞെടുക്കും? അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒന്നു മാത്രം: ഒരൊറ്റ ചെറിയ ചുവട് മുന്നോട്ട് വെക്കുക. അതാണ് നമ്മെ രക്ഷിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ഇന്നും ആ ചെറിയ പ്രതീക്ഷയുടെ ജ്വാല തെളിഞ്ഞു കിടക്കുന്നു. അതിനെ കാത്തു സൂക്ഷിക്കൂ, കാരണം അത് മാത്രമേ നിങ്ങളെ നാളെയിലേക്ക് നയിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.